മൈ ബ്യൂട്ടിഫുൾ വെൽക്കം ബാക്ക് ടു മൈ പപ്സ് ചാനൽ. ഇന്ന് ഫുൾ മൂൺ ഡേ ആയിരുന്നു അല്ലേ? സോ ഇന്ന് മുതൽ ഈ ഫുൾ മൂൺ ഡേ മുതൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മേജർ ബ്ലെസ്സിങ്സ്, അല്ലെങ്കിൽ ഈ ഫുൾ മൂൺ ഡേ എങ്ങനെയൊക്കെയാണ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നത്, എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നാണ് നമ്മൾ ഇന്ന് കളക്റ്റീവായിട്ട് നോക്കുന്നത്. എസ്പെഷ്യലി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ ലവ് ലൈഫിൽ വരുന്ന സമയത്താണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങളുടെ കോൺസെപ്റ്റിലൊക്കെ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ലെറ്റ് സി എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ്. സി ദ അൺഎക്സ്പെക്റ്റഡ് ക്രിയേഷൻ. ഓക്കെ, സോ ചില കാര്യങ്ങൾ ഇവിടെ ക്യാൻ സേസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ദ ക്രിയേറ്റർ, റൈറ്റ്? അതായത് നമുക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, നമുക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. സോ ചില കാര്യങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൈൻ ഉണ്ടായിരിക്കണം. ഓക്കെ, നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ അത് നടക്കുമോ ഇല്ലയോ നിങ്ങൾക്ക് അറിയില്ല, ബട്ട് അത് നിങ്ങൾക്ക് വേണ്ടി ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കാം. ഓക്കെ, സോ ഫെബ്രുവരി മാസം നിങ്ങൾക്ക് കൂടുതലൊരു ക്ലാരിറ്റി കിട്ടുന്നത് എന്താണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, അത് നിങ്ങൾക്ക് ഏറ്റവും ഒരു ബ്ലെസ്സിങ് ആയിട്ട് നിങ്ങൾ എടുക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അത്രയും സ്പെഷ്യൽ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ എത്ര സ്പെഷ്യലാണ്, നിങ്ങളുടെ ലൈഫിൽ ആ ഒരു കാര്യം സംഭവിക്കാൻ മാത്രം നിങ്ങൾ എത്ര ബ്ലെസ്ഡ് ആണെന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഫെബ്രുവരി മാസം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ, അത് നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പോവാണ്, അതിലേക്ക് നിങ്ങൾ കൂടുതൽ ഇറങ്ങി വരാൻ പോവാണ്. സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ അതിൽ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് എക്സ്പെഷ്യലി നിങ്ങളുടെ കൂടെ അവിടെ ഒരാൾ കൂടെ ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്കൊരു പാർട്ട്ണർ ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ കൂടെയാണ് നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, വിച്ച് മീൻസ് ഈ ഒരു വ്യക്തിയുടെ കൂടെയാണ് നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, സൗഹൃദമായിരിക്കാം, ഓർ എന്തെങ്കിലും പ്രൊജക്റ്റ് ആയിരിക്കാം, നിങ്ങളുടെ വർക്കിലൊക്കെ വരുന്ന നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ മേ ബി ലൈക്ക് നിങ്ങൾ ആരെങ്കിലുമായിട്ടും എന്തെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് പോലെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കണം, ഒരു പ്രോപ്പർ പ്ലാൻ നിങ്ങൾക്ക് അതിൻ്റെ മേലെ ഉണ്ടായിരിക്കണം. ഓർ ഈവൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നുണ്ടെങ്കിലും ഒരു പ്രോപ്പർ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഒരു കാര്യത്തെ പറ്റി ഉണ്ടാവുന്നുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിരിക്കാം. എക്സാക്ട്ലി നിങ്ങൾക്ക് എവിടേക്കോ ഒരു ഇൻറ്റ്യൂഷൻ, അല്ലെങ്കിൽ എവിടേക്കോ നിങ്ങളുടെ മനസ്സിലുണ്ട് ഇന്ന കാര്യം എനിക്ക് ഇന്ന രീതിയിലാണ് വേണ്ടത് എന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ചെയ്യിപ്പിക്കാൻ പോകുന്നത് ആ ഒരു കാര്യം എന്താണോ, നിങ്ങൾക്ക് നടക്കോ ഇല്ലയോ എന്നറിയില്ല, ബട്ട് നിങ്ങൾക്ക് ഇങ്ങനെയാണ് വേണ്ടതെന്ന് അറിയാം. ആ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്, അതിൻ്റെ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, അത് നിങ്ങൾ കാണാൻ പോകുന്നുണ്ട്. സി, നിങ്ങൾക്ക് എന്താണ് ഇതുപോലെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, അത് അതിൻ്റെ ഒരു എക്സ്ട്രീം ആണ്. ഓക്കെ, അതിൻ്റെ ഒരു പീക്കിലാണ് നിങ്ങളൊരു കാര്യം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങൾ അത്രയും ഓവർ സാറ്റിസ്ഫൈ ചെയ്യും എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, അത് അതിൻ്റെ ലൈക്ക് മേ ബി ലൈക്ക് നിങ്ങൾക്ക് അത്രയും വേണ്ട ഒരു കാര്യം. ഓക്കെ, നിങ്ങൾ ചില കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് വരുന്നത്. സി, നിങ്ങളുടെ റിലേഷൻഷിപ്പ് വരുന്ന സമയത്ത് നിങ്ങൾ വളരെ ഡീപ്പായിട്ട് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടെ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ ചിലത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കാം. ഓർ സി, ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും, നിങ്ങളുടെ പാർട്ട്നേഴ്സ് തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും, എന്തോ ഒരു കാര്യം രണ്ടുപേരും ആ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി മനസ്സിലാക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു ഡിഫറൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രിയേഷൻ, അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി മനസ്സിലാക്കുന്ന സമയത്ത് രണ്ടുപേരും ഒരേ പേജിലേക്ക് അലൈൻഡ് ആയിട്ട് വരുന്നുണ്ട്. രണ്ടുപേർക്കും അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, എക്സാക്ട്ലി ഒരു ഗ്രേറ്റ് റിയലൈസേഷൻ ആണ് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. അത് മെയിൻലി ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്താണ്. കണക്ഷൻ, ആളുകൾ, ഓക്കെ, ലവ്. ഓൾറൈറ്റ്, വളരെ കുറച്ച് ആളുകൾക്കാണ് അത് നിങ്ങളുടേതായിട്ടുള്ള ചില സിറ്റുവേഷനിലേക്ക് വരുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ പേർപ്പസ് ആയിട്ടോ പാഷൻ ആയിട്ടോ കണക്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, നിങ്ങളുടെ ചില ടാലൻസ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ ഇമോഷൻസ് ഒക്കെ ഓവർഫ്ലോ ചെയ്യുന്നതായിട്ട് ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്, അത് ലൈക്ക് ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് പോലെ ഉണ്ടാവുന്നുണ്ട്.
ഓക്കെ, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക എന്തൊക്കെയാണോ ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഓക്കെ, ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. നമുക്ക് നമ്മൾ അത്രയും ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കാം നമ്മുടെ ലൈഫിൽ വരുന്നുണ്ടായിരിക്കുക അല്ലെ. പക്ഷെ അത് നമ്മൾ ഒരുപാട് നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാവാതെ പോകരുത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ എല്ലാ പ്രോസ്പെരിറ്റിയോടും കൂടി നിങ്ങളുടെ ലൈഫിൽ വരുന്ന സമയത്ത് നിങ്ങൾ അതെങ്ങനെ കണക്ട് ചെയ്യുന്നു, നിങ്ങൾ അതെങ്ങനെ റെസ്പെക്ട് ചെയ്യുന്നു, നിങ്ങൾ അതെങ്ങനെ വാലിഡേറ്റ് ചെയ്യുന്നു, എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്താണോ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയത്തുള്ളത് അത് നിങ്ങൾ വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടോ ഗായ്സ്? എന്തൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു മൊമെന്റിലുണ്ട്, ഈ ഒരു മൊമെന്റിൽ എന്തോ ഒരു കാര്യം നിങ്ങൾ റിയലൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. സ്പെഷ്യലി നിങ്ങളുടെ കണക്ഷൻ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ അത് വേണ്ട രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ മേ ബി ലൈക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്ലേസിലേക്ക് ചില കാര്യങ്ങൾ വന്നിട്ടുണ്ടാവില്ല, ബട്ട് എന്തൊക്കെയോ ഒരു പ്രോഗ്രസ് എവിടേക്കോ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഇത് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങൾ അത്ര ഒരു സാറ്റിസ്ഫൈഡ് ആയിക്കൊള്ളണമെന്നില്ല നിങ്ങളുടെ ലൈഫിൽ, ബട്ട് നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ഒരു സ്റ്റേജിലൂടെ ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. ചെറിയ ചെറിയ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ട്രസ്റ്റ് മീ, ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താണോ നിങ്ങൾ ഇല്ല എന്ന് വിചാരിക്കുന്നത് അത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ ഫ്ലോ ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഗ്രോത്ത് നിങ്ങളുടെ ഉള്ളിൽ ഓൾറെഡി സംഭവിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഈവൻ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതെങ്കിലും ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഓക്കെ, അഗൈൻ എക്സ്ട്രീംസ് ആൻഡ് അബൻഡൻസ്. ഓക്കെ, സോ എന്തൊരു കാര്യം വളരെ ബൾക്കായിട്ട് അല്ലെങ്കിൽ ലൈക്ക് ബിയോണ്ട് യുവർ എക്സ്പെക്ടേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ കുറച്ചായിരിക്കാം ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ അതിൽ കുറേ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ വരാൻ. ഓക്കെ, സി ഇറ്റ്സ് ലൈക്ക് വാട്ട് ഐ ക്യാൻ റിലേറ്റ് ഇസ്, ഞാൻ ഈ വീട്ടിലേക്ക് മാറുന്ന സമയത്ത് എനിക്ക് ചില കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ ഇന്ന കാര്യങ്ങൾ വേണം, അവിടെ ഇങ്ങനത്തെ തന്നെ കാര്യങ്ങൾ വേണം, മെയിൻ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് എനിക്ക് ബാൽക്കണി വേണം, അവിടുന്ന് എനിക്ക് സൺസെറ്റ് കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു. സോ ഇതൊക്കെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ബട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പോലെ ആ ഒരു വീട്ടിലേക്ക് വന്ന സമയത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീലിങ്സും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹോമും അതിൻ്റെ ഒരു സ്ട്രക്ചറും ഒക്കെ ആയിരുന്നു. എനിക്കത് വലിയൊരു സർപ്രൈസ് പോലെയായിരുന്നു. ബിക്കോസ് അത് എന്താണോ ഈ ഒരു വീട് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതിനേക്കാളും ബെസ്റ്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഇത്രയൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയും എനിക്ക് ആ ഒരു കാര്യത്തിൽ എൻ്റെ ലൈഫിൽ ഞാൻ ബ്ലെസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. സോ എനിക്ക് അതാണ് നിങ്ങൾക്ക് വേണ്ടി റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. സോ ചില കാര്യങ്ങൾ നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാവും, ദൈവമേ എനിക്ക് ഇത് മതി, ഇത്ര മതി, അല്ലെങ്കിൽ അത് കുഞ്ഞു കാര്യമായി നിങ്ങൾക്കത് ചെറിയൊരു കാര്യമായിരിക്കാം. ഓക്കെ, നമ്മൾ പറയുമല്ലോ യൂണിവേഴ്സിന് 5 രൂപയും 5 കോടിയും സെയിം ആണ്. ഓക്കെ, അവിടെ നമുക്കാണ് അത് വലിയ കാര്യമായിട്ട് തോന്നുക. സോ നിങ്ങൾ എന്തോ ഒരു കാര്യം വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് അത്ര വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, നിങ്ങൾ അതായിരിക്കും ചോദിക്കുന്നുണ്ടായിരിക്കുക. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, അവിടെ നിങ്ങൾ പോലും മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ അവിടെ ജെന്യുവൻലി ഡിസേർവ് ചെയ്യുന്നുണ്ട്. അതാണ് ആ ഒരു കാര്യത്തിന്റെ ഒരു അബൻഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഒരു എക്സ്ട്രീം നിങ്ങൾക്കത് എക്സ്ട്രീം ആയിട്ട് തോന്നുന്നതും അതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾക്കാണ് അത് എക്സ്ട്രീം ആയിട്ട് തോന്നുന്നത്, ബട്ട് അത് നിങ്ങൾ ജെന്യുവൻലി ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഒട്ടും ജോബ് ഇല്ലാത്ത ഒരാൾക്ക് മേ ബി അവർ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും ഒരു 10,000 രൂപ സാലറി കിട്ടുന്ന ഒരു ജോബ് ആയിരിക്കാം. ബട്ട് വാട്ട് ഇഫ് ആ ഒരു വ്യക്തിക്ക് ഒരു 1 lakh കിട്ടുന്ന ഒരു ജോബ് കിട്ടുന്ന സമയത്ത് അവർക്കത് എക്സ്ട്രീം ആണ് അല്ലേ. അവർക്കത് എത്രയോ മടങ്ങ് വലിയൊരു ഹാപ്പിനെസ് ആണ്, അല്ലെങ്കിൽ അവർക്ക് അത്ര വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത്. നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ എന്തോ ഒരു കാര്യമാണ് സംഭവിക്കുന്നത്. അങ്ങനത്തെ ഒരു കാര്യമാണ് നിങ്ങൾ ഫെബ്രുവരി മാസം എസ്പെഷ്യലി ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു മേജർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനത്തെ ഒരു ഹ്യൂജ് കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്യുന്നത് ഗൈസ്. ട്രസ്റ്റ് മീ, ഇതുപോലത്തെ ഒരു മാറ്റം, പേഷ്യൻസ്. ഓക്കെ, സോ നിങ്ങൾ ആ ഒരു പ്രോസസ്സിലൂടെയാണ് പോകുന്നത്. നിങ്ങൾക്ക് ആ ഒരു ക്ഷമ വേണ്ടത് അടുത്ത ഫുൾ മൂൺ വരെയാണ്. ഈ ഒരു ഫുൾ മൂൺ ടൈമിലൂടെയാണ് നിങ്ങൾ പോകുന്നത്. അടുത്തൊരു ഫുൾ മൂൺ ഡേയിൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കണക്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് ലെറ്റ്സ് ടേക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന മെസ്സേജ്, നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ. പേ മോർ അറ്റൻഷൻ ടു യുവർ ലവ് ലൈഫ് ടു ഗെറ്റ് റിസൾട്ട്സ്.
റൈറ്റ്. സോ ഈ ഒരു സമയത്ത് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, സോ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഓൾറെഡി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തിയിട്ടുണ്ടാവില്ല അത്, ബട്ട് അതിനർത്ഥം അത് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതല്ല. ഓക്കെ, നിങ്ങൾ എന്തോ ഒരു കാര്യം നിങ്ങൾ ലൈഫിൽ വരുന്ന സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട്, അത് ഓൾറെഡി ഗ്രോ ചെയ്യുന്നുണ്ട്. സോ അതാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ പോലും അപ്രീഷിയേറ്റ് ചെയ്യുക. ആ ഒരു മാറ്റം നിങ്ങൾ കറക്റ്റായിട്ട് അത് റെസ്പോണ്ട് ചെയ്യുക അതിനോട്. ഓക്കെ, എൻഗേജ്ഡ് ആവുക. ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം സ്പേസ് ആ വ്യക്തിക്ക് കൊടുക്കുക, എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സ്പേസ് കൊടുക്കുക, ഒരു മാറ്റം വരാനുള്ളൊരു സ്പേസ് കൊടുക്കുക. പെട്ടെന്ന് പെട്ടെന്ന് എക്സ്പെക്ട് ചെയ്യാന്നുള്ളതല്ല. ഇറ്റ്സ് ലൈക്ക് ഒരു റൂട്ട് ചെയ്യുന്നത് പോലെയാണ്. ഇറ്റ്സ് ലൈക്ക് ഒരു ചെടി റൂട്ട് ചെയ്യുന്നത് പോലെയാണ്. പെട്ടെന്ന് അത് വളരില്ല അല്ലേ. അതിനൊരു സ്പേസ് നിങ്ങൾ കൊടുക്കുക. ബിക്കോസ് ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്, നിങ്ങൾ ലൈഫിൽ പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട്, ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, മൂവ് അഹെഡ് ഡിസ്പൈറ്റ് എനി ഒബ്സ്റ്റക്കിൾസ് ദാറ്റ് അറൈസ്. എന്തൊക്കെ തടസ്സങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടോ, അതൊന്നും നിങ്ങൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. അതൊന്നും നിങ്ങളുടെ ആഗ്രഹങ്ങളോ നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ ഇൻറ്റ്യൂഷനോ നിങ്ങൾ ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ റിലാക്സ് ചെയ്യാം. ഓക്കെ, എല്ലാ ടൈമിലും നിങ്ങളിങ്ങനെ ബിഹൈൻഡ് അല്ലെങ്കിൽ ചേസ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂസ്ഡ് ആവുന്ന സമയത്ത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യല്ല വേണ്ടത്. നിങ്ങൾ റിലാക്സ് ചെയ്യുക, റെസ്റ്റ് ചെയ്യുക, എന്നിട്ട് വീണ്ടും നിങ്ങൾ മുന്നോട്ട് വരിക. ഒരിക്കലും നിങ്ങൾ എന്താണോ നിങ്ങളുടെ ആഗ്രഹം, എന്താണോ നിങ്ങൾ ഉള്ളിൽ സ്ട്രോങ് ആയിട്ടുള്ളത്, ഒരിക്കലും നിങ്ങളത് ഗിവ് അപ്പ് ചെയ്യേണ്ട കാര്യമില്ല. പുട്ട് യുവർ ഫാമിലി ഫസ്റ്റ് ആൻഡ് സ്പെൻഡ് ടൈം ടുഗെദർ. ഇത് നിങ്ങൾ പാർട്ട്ണറൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അവിടെയും നിങ്ങൾ അവിടെ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ അവിടേക്ക് ഒരു അറ്റൻഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങൾ ഫാമിലി, കുട്ടികൾ, നിങ്ങളൊരു പാർട്ട്ണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ട ഒരു ശ്രദ്ധ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ആരെയാണോ നിങ്ങൾ ഈ ഒരു സമയത്ത് പാർട്ട്ണറായിട്ട് കാണുന്നത്, ആരെയാണോ നിങ്ങളൊരു ഫാമിലി ആയിട്ട് നിങ്ങളോട് അത്രയും അടുത്ത് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നത്, അവിടെ നിങ്ങൾ വേണ്ട ഒരു ടൈം, എഫേർട്ട്, എനർജി നിങ്ങൾ റൈറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ നിങ്ങൾ കൊടുക്കുന്ന റെസ്പോൺസ് ആയിക്കോട്ടെ, അവിടെ നിങ്ങൾ കാണിക്കുന്ന പേഷ്യൻസ് ആയിക്കോട്ടെ, അവിടെ നിങ്ങൾ എടുക്കുന്ന ഓരോ ആക്ഷനും അത് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിങ്ങനെ പരിപാലിച്ച് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ബ്രേക്കിംഗ് ഫ്രീ, ഗെറ്റിംഗ് ഔട്ട് ഓഫ് എ സിറ്റുവേഷൻ ഓർ ബീയിങ് ഓൺ യുവർ ഓൺ നൗ. ഓക്കെ, സോ മേ ബി ലൈക്ക് നിങ്ങൾക്ക് ഫ്രീഡം വേണ്ടത് ഇതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നാണ് അല്ലേ. സോ മേ ബി കുറച്ച് സമയമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സിറ്റുവേഷനിൽ കൂടി അല്ലെങ്കിൽ ഒരു അനുഭവത്തിലൂടെ ആയിരിക്കാം പോകുന്നുണ്ടായിരിക്കുക. സോ പെട്ടെന്ന് മാറ്റങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്കത് കണക്ട് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കാം അല്ലേ. സോ ചില ആളുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുക, റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കുക എന്ന് പറയുന്നത് ചില ആളുകൾക്ക് അത്ര വിശ്വസനീയമായിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങൾക്ക് ഇനിയും നല്ലൊരു പ്ലേസിലേക്ക് വരാൻ സാധിക്കും, നിങ്ങൾക്ക് ഇനിയും നല്ലൊരു റൊമാൻറ്റിക് ലൈഫിലേക്ക് വരാൻ സാധിക്കും, നിങ്ങൾക്ക് ഇനിയും റൈറ്റ് ആയിട്ടുള്ളൊരു പാർട്ട്ണറെ കിട്ടും, ഇനിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഒരു അനുഭവം അങ്ങനെയായിരുന്നു. അങ്ങനത്തെ ഒരു പ്ലേസിൽ നിന്ന് ഒറ്റയടിക്ക് നിങ്ങൾക്ക് മാറ്റി ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങൾ മാറാനുള്ള ഒരു ടൈം നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കൊടുക്കുക. ഓക്കെ, സോ ഈ ഒരു സമയത്ത്, ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ ഇതുപോലത്തെ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഫോർ ബോത്ത് ആക്ഷൻ ആൻഡ് ഇമോഷൻസ്. ഓക്കെ, സോ നിങ്ങളുടെ ആക്ഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണിക്കുന്ന ആക്ഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊടുക്കുന്ന ഇമോഷൻസ്, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, അവിടെയൊക്കെ വൈസായിട്ട് നിങ്ങൾ കാര്യങ്ങളെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യത്തിലേക്ക് മാത്രം നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട്, ആൻഡ് നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ക്ലെയിം ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ ഗൈസ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരുടെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.